എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺജങ്ഷൻസിൻ്റെ യൂസേജസിനെ കുറിച്ചാണ്. കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നത് രണ്ട് സെൻറ്റൻസുകളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾദോ ഒരു കൺജങ്ഷനാണ്. അപ്പോൾ ആ കൺജങ്ഷൻ്റെ യൂസേജസ് നോക്കാം. ഓൾദോ അല്ലെങ്കിൽ മലയാളത്തിൽ അതിന് എങ്കിലും എന്ന് പറയും. രണ്ട് സെൻറ്റൻസുകളെയാണ് കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസിൽ ബട്ട്, എറ്റ്, സ്റ്റിൽ, ദോ ഇവയിൽ ഏതെങ്കിലും ഒരു വാക്ക് രണ്ടാമത്തെ സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസുകളെ നമുക്ക് ഓൾദോ വെച്ച് ബന്ധിപ്പിക്കാൻ കഴിയും. എക്സാമ്പിൾ നോക്കാം. ഷീ റാൻ വെൽ ബട്ട് ഷീ കുഡിൻ ഫിനിഷ് ഫസ്റ്റ്. ഇതിൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ ബട്ട് ഉണ്ട്. അപ്പോൾ ഈ സെൻറ്റൻസുകളെ ഓൾദോ വെച്ച് കൂട്ടിച്ചേർക്കാൻ കഴിയും. ഓൾദോ വെച്ച് എങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നതെന്ന് വെച്ചാൽ ഓൾദോ ആദ്യം എഴുതുക, ഫസ്റ്റ് സെൻറ്റൻസ് അതുപോലെ എഴുതുക, ഫുൾ സ്റ്റോപ്പിന് പകരം ഒരു കോമ ഇടുക, പിന്നെ ബട്ട് ഒഴിവാക്കുക, രണ്ടാമത്തെ സെൻറ്റൻസ് അതുപോലെ എഴുതുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. അപ്പോൾ ആൻസർ ഓൾദോ ഷീ റാൻ വെൽ ഷീ കുഡിൻ ഫിനിഷ് ഫസ്റ്റ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ദ ലോയർ ആർഗ്യൂഡ് വെൽ യെറ്റ് ദേ ലോസ്റ്റ് ദ കേസ്. ഇതിൽ ഓൾദോ വെച്ച് ബന്ധിപ്പിക്കുമ്പോൾ ഓൾദോ ആദ്യം എഴുതുക, ഫസ്റ്റത്തെ സെൻറ്റൻസ് അതുപോലെ എഴുതുക, ഫുൾ സ്റ്റോപ്പ് ഒഴിവാക്കി കോമ ഇടുക, യെറ്റ് ഒഴിവാക്കുക, അടുത്ത സെൻറ്റൻസ് അതുപോലെ എഴുതുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. അപ്പോൾ ആൻസർ ഓൾദോ ദ ലോയർ ആർഗ്യൂഡ് വെൽ ദേ ലോസ്റ്റ് ദ കേസ്. അടുത്ത ക്വസ്റ്റ്യൻ. ദേ കുഡിൻ ക്യാച്ച് ദ ബസ് ഡാഷ് ദേ സ്റ്റാർട്ടഡ് ഏർലി. ഓപ്ഷൻ എ അൺലെസ്, ഓപ്ഷൻ ബി ഇൻ സ്പൈറ്റ് ഓഫ്, ഓപ്ഷൻ സി ഇൻ കേസ്, ഓപ്ഷൻ ഡി ഓൾദോ. ആൻസർ ഓപ്ഷൻ ഡി ഓൾദോ. അടുത്ത ക്വസ്റ്റ്യൻ. സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓൾദോ ദേ റീച്ച്ഡ് ദർ ഏർലി ബട്ട് ദേ ഡിഡിൻ ഗെറ്റ് എ സീറ്റ്. ഈ സെൻറ്റൻസിലെ എന്താണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഓൾദോ വെച്ച് രണ്ട് സെൻറ്റൻസുകളെ ബന്ധിപ്പിക്കുമ്പം രണ്ടാമത്തെ സെൻറ്റൻസിലെ ബട്ട്, എറ്റ് തുടങ്ങിയവ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സെൻറ്റൻസിൽ ബട്ട് ഒഴിവാക്കിയിട്ടില്ല. അതാണ് ഈ സെൻറ്റൻസിലെ തെറ്റ്. അപ്പം ബട്ട് ഒഴിവാക്കിയാൽ സെൻറ്റൻസ് കറക്റ്റായി. ആൻസർ although they reached there early they didn't get a seat. അടുത്തത് അൺലെസ് എന്ന കൺജങ്ഷൻ്റെ ഉപയോഗമാണ് നോക്കുന്നത്. അൺലെസ് അഥവാ ഇല്ലെങ്കിൽ. രണ്ട് സെൻറ്റൻസുകളെ കൂട്ടിച്ചേർക്കുമ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസിൽ ഓർ എൽസ്, അതർവൈസ്, ഇഫ്, ഡോണ്ട് ഇവ ഏതെങ്കിലും വരികയാണെങ്കിൽ ആ സെൻറ്റൻസുകളെ അൺലെസ് വെച്ച് കൂട്ടിച്ചേർക്കാൻ കഴിയും. എക്സാമ്പിൾ നോക്കാം. റൺ ടു ദ സ്റ്റേഷൻ ഓർ യു വിൽ മിസ് ദ ട്രെയിൻ. ഇതിൽ രണ്ട് സെൻറ്റൻസുകളെ അൺലെസ് വെച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ അൺലെസ് എഴുതുക, പിന്നെ രണ്ടാമത്തെ സെൻറ്റൻസിൽ ഇവിടെ പ്രോനൗണായിട്ട് യു ആണ് വരുന്നത്. അപ്പോൾ യു വെച്ച് വേണം സെൻറ്റൻസ് ഫസ്റ്റത്തെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് അൺലെസ് യു റൺ ടു ദ സ്റ്റേഷൻ എന്ന് വേണം വരാൻ. അത് കഴിഞ്ഞ് ഒരു കോമ ഇടുക, പിന്നെ ഓർ ഒഴിവാക്കുക, അടുത്ത സെൻറ്റൻസ് അതുപോലെ എഴുതുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. അപ്പോൾ ആൻസർ അൺലെസ് യു റൺ ടു ദ സ്റ്റേഷൻ യു വിൽ മിസ് ദ ട്രെയിൻ. അടുത്ത എക്സാമ്പിൾ നോക്കാം. പ്രിപ്പയർ വെൽ അതർവൈസ് യു വോണ്ട് ഗെറ്റ് എ PSC ബർത്ത്. ഇതിൽ അൺലെസ് എഴുതുക, പിന്നെ രണ്ടാമത്തെ സെൻറ്റൻസിൽ യു ആണ് പ്രൊനൗൺ, അത് അതേപോലെ എഴുതണം. എന്നിട്ട് ഫസ്റ്റത്തെ സെൻറ്റൻസ് അതുപോലെ എഴുതുക, കോമ ഇടുക, പിന്നെ അതർവൈസ് ഒഴിവാക്കുക, രണ്ടാമത്തെ സെൻറ്റൻസ് അതുപോലെ എഴുതുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. അത്രയേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആൻസർ അൺലെസ് യു പ്രിപ്പയർ വെൽ യു വോണ്ട് ഗെറ്റ് എ PSC ബർത്ത്. അടുത്ത സെൻറ്റൻസ്. സ്റ്റഡി വെൽ ഓർ എൽസ് യു വോണ്ട് ക്വാളിഫൈ. അതിനെ അൺലെസ്സിലേക്ക് മാറ്റുമ്പം അൺലെസ് യു സ്റ്റഡി വെൽ യു വോണ്ട് ക്വാളിഫൈ. അതിൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ യു ആണ് പ്രോനൗൺ. അപ്പം അതേ പ്രോനൗൺ ഫസ്റ്റത്തെ സെൻറ്റൻസിൽ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. യു വോണ്ട് ഗെറ്റ് അറ്റ് ദർ ഇൻ ടൈം ഡാഷ് യു സ്റ്റാർട്ട് ഏർലി. ഓപ്ഷൻ എ ഇഫ്, ഓപ്ഷൻ ബി ഓൾദോ, ഓപ്ഷൻ സി അൺലെസ്, ഓപ്ഷൻ ഡി അൺടിൽ. ആൻസർ ഓപ്ഷൻ സി അൺലെസ് ആണ്. അടുത്തത് ഒരു സെൻറ്റൻസ് ഉണ്ട്, അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അൺലെസ് യു ഡോണ്ട് ഗെറ്റ് അപ്പ് ഏർലി യു വോണ്ട് കവർ ഓൾ ദ പോർഷൻസ് ബിഫോർ ദ ടെസ്റ്റ്. ഈ സെൻറ്റൻസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ. ഇവിടെ അൺലെസ്സിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് ടേമിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അൺലെസ് ഒരു നെഗറ്റീവ് ടേമാണ്. അപ്പോൾ ഇവിടെ ഡോണ്ട് എന്നുള്ളത് ഒഴിവാക്കിയാൽ സെൻറ്റൻസ് കറക്റ്റായി. അതായത് അൺലെസ്സിൻ്റെ കൂടെ ഒരിക്കലും വേറൊരു നെഗറ്റീവ് ടേം വരില്ല.
അപ്പോൾ ആൻസർ അൺലെസ് യു ഗെറ്റ് അപ്പ് ഏർലി യു വോണ്ട് കവർ ഓൾ ദ പോർഷൻസ് ബിഫോർ ദ ടെസ്റ്റ്. അടുത്ത കൺജങ്ഷൻ ഇൻസ്പൈറ്റ് ഓഫ്. ഇതിൽ ബട്ട്, എറ്റ്, സ്റ്റില്, ദോ ഇവ രണ്ടാമത്തെ സെൻറ്റൻസിലുണ്ടെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് വെച്ചിട്ട് നമുക്ക് 2 സെൻറ്റൻസുകളെ കൂട്ടിച്ചേർക്കാൻ കഴിയും. ഇതിന് 4 റൂൾസ് ഉണ്ട്. ആദ്യത്തെ റൂൾ നോക്കാം. യൂസ് ഇൻസ്പൈറ്റ് ഓഫ് എയ്തർ ഇൻ ദ ബിഗിനിങ് ഓർ അറ്റ് ദ മിഡിൽ ഓഫ് ദ സെൻറ്റൻസ്. അതായത് നമ്മൾ 2 സെൻറ്റൻസുകളെ കൂട്ടിച്ചേർക്കുമ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് എന്നുള്ള വാക്ക് നമുക്ക് തുടക്കത്തിലോ അല്ലെങ്കിൽ നടുക്കോ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ റൂള് ചേഞ്ച് ദ പ്രൊനൗൺ ഇൻ ടു പൊസസീവ് ഫോം. പ്രൊനൗണിനെ പൊസസീവ് ഫോമിലേക്ക് മാറ്റണം. ഐ എന്നുള്ളതിനെ മൈ എന്നാക്കണം. അതുപോലെ ദേ, ദെയർ, രാജു, രാജൂസ്, ഹി, ഹിസ്, വി, അവർ, ഷീ, ഹെർ, യു, യുവർ എന്നാക്കി മാറ്റണം. മൂന്നാമത്തെ റൂള് ഇഫ് ദർ ഈസ് ആൻ അഡ്ജക്റ്റീവ് ചേഞ്ച് ഇറ്റ് ഇൻ ടു എ നൗൺ. അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ അതിനെ നൗണിലേക്ക് മാറ്റണം. അടുത്ത റൂള് ഇഫ് ദർ ഈസ് എ വെർബ് ചേഞ്ച് ഇറ്റ് ഇൻ ടു വെർബൽ നൗൺ. അതായത് വെർബ് ഉണ്ടെങ്കിൽ വെർബൽ നൗണിലേക്ക് മാറ്റണം അഥവാ ING ഫോമിലേക്ക് മാറ്റണം. ഒരു എക്സാമ്പിൾ നോക്കാം. ഷീ വാസ് ബ്യൂട്ടിഫുൾ ബട്ട് നോ വൺ മാരീഡ് ഹെർ. ഇതിനെ ഇൻസ്പൈറ്റ് ഓഫ് വെച്ചിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ഇവിടെ തുടക്കത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് എന്നെഴുതി. പിന്നെ ഷീ എന്നുള്ള പ്രോനൗണ് പൊസസീവ് ഫോമിലേക്ക് മാറി ഹെർ എന്നായി. ബ്യൂട്ടിഫുൾ എന്നുള്ള അഡ്ജക്റ്റീവ് നൗണിലേക്ക് മാറ്റി ബ്യൂട്ടി എന്നായി. പിന്നെ ബട്ട് ഒഴിവാക്കി അടുത്ത സെൻറ്റൻസ് അതുപോലെ എഴുതി. പിന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അങ്ങനെ വരുമ്പോൾ ആൻസർ ഇൻസ്പൈറ്റ് ഓഫ് ഹെർ ബ്യൂട്ടി നോ വൺ മാരീഡ് ഹെർ എന്നാണ് ആൻസർ. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഹി വാസ് ലേസി യെറ്റ് ഹി പാസ്ഡ് ദ എക്സാം. ആൻസർ വരുമ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് എന്ന് വരും. തുടക്കത്തിൽ ഹി എന്നുള്ളത് ഹിസ് ആയി മാറി. ലേസി എന്നുള്ള അഡ്ജക്റ്റീവ് ലേസിനെസ് എന്നുള്ള നൗണായി മാറി. ബാക്കി സെക്കൻഡത്തെ സെൻറ്റൻസ് അതുപോലെ എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അപ്പോൾ ആൻസർ ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ലേസിനെസ് ഹി പാസ്ഡ് ദ എക്സാം. അടുത്ത എക്സാമ്പിൾ നോക്കാം. ദേ വർക്ക്ഡ് ഹാർഡ് ബട്ട് ദേ കുഡിൻറ്റ് പാസ് ദ ടെസ്റ്റ്. ഇതിൽ ഇൻസ്പൈറ്റ് ഓഫ് എന്ന് എഴുതി. ഇവിടെ വർക്ക്ഡ് എന്നുള്ളത് വെർബാണ്. അപ്പോൾ വെർബിനെ വെർബൽ നൗണിലേക്ക് മാറ്റണം. ING ഫോമിലേക്ക് മാറ്റണം. അപ്പം വർക്കിംഗ് എന്നായി. അപ്പോൾ ആൻസർ വരിക ഇൻസ്പൈറ്റ് ഓഫ് ദെയർ ഹാർഡ് വർക്കിംഗ് ദേ കുഡിൻറ്റ് പാസ് ദ ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഷീ കുഡിൻറ്റ് ക്വാളിഫൈ ഡാഷ് ഓൾ ഹെർ എഫേർട്സ്. ഓപ്ഷൻ എ അൺലെസ്, ഓപ്ഷൻ ബി ഓൾദോ, ഓപ്ഷൻ സി ഇൻസ്പൈറ്റ് ഓഫ്, ഓപ്ഷൻ ഡി ഇൻ കേസ്. ആൻസർ ഓപ്ഷൻ സി ഇൻസ്പൈറ്റ് ഓഫ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു.